പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശകലനങ്ങളും വിലയിരുത്തലുകളുമായി സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നടിയെ ആക്രമിച്ച കേസ് ഇന്ന് വീണ്ടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. കേസിൽ സാക്ഷി വിസ്താരമടക്കം പൂർത്തിയായി കഴിഞ്ഞു. വിചാരണ പൂർത്തിയായെങ്കിലും അവസാനഘട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുക. കേസ് വിധി പറയുന്ന തീയതിയും ഇന്ന് അറിയാം. നടൻ ദിലീപ് അടക്കം 9 പേരാണ് കേസിലെ പ്രതികൾ. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നവമി, ഈ കേസിന്റെ വിചാരണ നീണ്ടുപോകുക, വിധി പറയുന്നത് നീണ്ടുപോകുക, ഇതുമായി ബന്ധപ്പെട്ട് വാദി ഭാഗത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ പലതരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പലതവണ ഉണ്ടായിട്ടുള്ള വിഷയമാണ്. ഇന്ന് ഇതിൽ ഒരു തീരുമാനമുണ്ടാകും. എപ്പോഴത്തേക്കായിരിക്കും വിധി പറയുക? ഒരുപക്ഷെ കേരളം വർഷങ്ങളായി ഉറ്റുനോക്കുന്ന 8 വർഷമായി ഉറ്റുനോക്കുന്ന ഒരു വലിയ സംഭവ വികാസത്തിന്റെ ചുരുളഴിയുന്നത് ഏത് തരത്തിലായിരിക്കും എന്നൊക്കെ കൂടി പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് നോക്കുന്നത്. അത്തരത്തിലുള്ളൊരു സൂചന നിയമവൃത്തങ്ങളിൽ നിന്നുണ്ടോ? അപർണ, എന്തായാലും ഇതിൽ രാവിലെ 11 മണിയോടുകൂടി ഹർജി പരിഗണിക്കുമെന്നായിരുന്നു അറിയാൻ സാധിച്ചിരുന്നത്. പക്ഷേ കേസ് പ്രോസിക്യൂഷന്റെ വീണ്ടും ഒരു വാദം, അതായത് ഈ പ്രോസിക്യൂഷനിലെ ചില സംശയങ്ങൾ ജഡ്ജി വീണ്ടും ചോദിച്ചറിയുന്നുണ്ട്. അതിന്റെ ഒരു വാദം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തീയതി നവമി ദിനേശാണ് വിവരങ്ങൾ നൽകുന്നത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് 8 വർഷത്തോളമായി ഉറ്റുനോക്കുകയാണ്. ഏത് തരത്തിലാണ് ഇതിൽ ശിക്ഷാവിധി വരിക എന്നുള്ളത്. പല തവണയാണ് പ്രതിഭാഗം നടൻ ദിലീപ് അടക്കം കോടതിയെ സമീപിച്ചത്. വിചാരണ നടപടികൾ പലതവണ നീണ്ടുപോകുക. നവമി ദിനേശ് ചേർന്ന്. നവമി, തുടരാം. അപർണ, തീയതി ഇന്ന് അറിയാനുള്ളൊരു സാധ്യത കുറവാണ്. എന്തായാലും ജഡ്ജി ഇപ്പോൾ ചില കാര്യങ്ങൾ പ്രോസിക്യൂഷനിൽ ചില വ്യക്തത തേടുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് ഹർജി പരിഗണിക്കുമെന്നായിരുന്നു അറിഞ്ഞത്. പക്ഷേ അല്പം വൈകിയാണ് ഹർജി പരിഗണിച്ചത്. ഒന്നാം പ്രതി പൾസർ കുരിയും മറ്റു ചില പ്രതികളും കോടതിയിൽ എത്തിയിട്ടുമുണ്ട്. ഇന്ന് അതിന്റെ ഒരു തീയതി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനായിരിക്കും സാധ്യത. 7.5 വർഷത്തോളമായി ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നീളുന്നുണ്ട്. അതിൽ ആക്രമിക്കപ്പെട്ട നടി അടക്കം സുപ്രീം കോടതിയെ സമീപിച്ചതാണ്. ഈ 7.5 വർഷത്തോളം ഈ ഒരു വിചാരണ നീളുന്നതിനെതിരെ സുപ്രീം കോടതിയുടെ അടക്കം നിർദ്ദേശമുണ്ട്. എത്രയും വേഗം ഈ കേസിൽ തീർപ്പാക്കണം, അല്ലെങ്കിൽ ഈ കേസിൽ വിധി പറയണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് തീയതി പ്രഖ്യാപിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ ഇപ്പോഴും ചില അവ്യക്തത തുടരുകയാണ്. കേസിൽ 9 പ്രതികളാണുള്ളത്. ഇതിൽ 8ാം പ്രതിയാണ് നടൻ ദിലീപ്. 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയാണ് ഈ നടിയെ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന നടിയുടെ വാഹനത്തിന് പിന്നിൽ വാഹനം ഇടിപ്പിക്കുകയും പിന്നെ ആ വാഹനത്തിലേക്ക് കയറി നടിക്കെതിരെ അതിക്രമം നടത്തുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഒളിവിൽ പോയ 1ാം പ്രതി കോടതിയിൽ കീഴടങ്ങിയ സമയത്ത് പോലീസ് അതിനാടകീയമായി പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സമയവും ഈ പ്രതിയുടെ മൊഴിമാറ്റത്തിൽ ഏറെ നിർണായകമായത് ഇതൊരു കൊട്ടേഷന്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ ഒരു ഒരാൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന ഈ പൾസർ സുനിയുടെ മൊഴിയാണ് പിന്നീട് ഏറെ നിർണായകമാവുകയും ദിലീപിലേക്ക് ഈ ഒരു അന്വേഷണം നീളുകയും ചെയ്തത്. ജോർജ് അട്ടൻസ്പൂരം എന്ന ദിലീപിന്റെ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതും അതോടൊപ്പം തന്നെ ജയിലിലായിരുന്ന സമയത്ത് പൾസർ സുനി ദിലീപിന് എഴുതി എന്ന് പറയപ്പെടുന്ന ഒരു കത്തും പുറത്തു വന്നതോടുകൂടിയാണ് ദിലീപിന്റെ ഈ കേസിലുള്ള ഒരു പങ്ക്, അല്ലെങ്കിൽ ഈ സംഭവത്തിലുള്ള ഒരു പങ്ക് കൂടുതൽ വ്യക്തതയോടെ പുറത്തു വരുന്നത്. പിന്നീട് പോലീസിന്റെ അന്വേഷണം ആ വിധത്തിലുമായിരുന്നു. ഈ ജയിലിലായിരുന്ന സമയത്ത് പൾസർ സുനി എഴുതിയ കത്തിൽ പറയുന്നത് ഈ നടിയെ ആക്രമിക്കാൻ പറഞ്ഞത് ദിലീപാണ്. അതിന് 1 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തത്. എത്രയും വേഗം ആ പൈസ തരണം എന്നുകൂടി, ആ പൈസ തന്നിട്ടില്ല, പൈസ തരണം എന്നുകൂടി ഈ കത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പൾസർ സുനിയെ ജയിലിൽ കടത്തിയ മൊബൈൽ ഫോണിലൂടെയും അതോടൊപ്പം ജയിലിലെ ലാൻഡ് ഫോണിലൂടെയും ദിലീപും ദിലീപിന്റെ സുഹൃത്ത് സംവിധായകനുമായ നാദിർ ഷാ, ദിലീപിന്റെ തന്നെ PA ആയിട്ടുള്ള അപ്പുണ്ണി, ഇവർ 3 പേരും ഫോൺ വിളിച്ചതായും പൾസർ സുനി ഇവരെ തിരികെ വിളിച്ചതായിട്ടുമുള്ള തെളിവുകളും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ ഒരു സാഹചര്യ തെളിവുകളുടെയും ഈ 1ാം പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഗൂഢാലോചന കുറ്റം ചുമത്തി ദിലീപിനെ 8ാം പ്രതിയാക്കി പോലീസ് ദിലീപിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയത്.
അതിനിടയിൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും നമ്മൾ കണ്ടതാണ്. ഈ നടിയെ ആക്രമിച്ചു എന്ന് പറയുന്ന മൊബൈൽ ഫോൺ അതിപ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കായലിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് പൾസർ സുനി, ഒന്നാം പ്രതിയായ പൾസർ സുനി പറഞ്ഞത്. പക്ഷെ ഇതിന്റെ മെമ്മറി കാർഡ് പൾസർ സുനി അഭിഭാഷകനിലേക്ക് കൈമാറുകയും അതിന്റെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് അടക്കമുള്ള കാര്യങ്ങൾ ഏറെ ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ കോടതിയുടെ തന്നെ കസ്റ്റഡിയിലുള്ള ഒരു മെമ്മറി കാർഡ് അതിൽ മാറ്റം വന്നു, അല്ലെങ്കിൽ അത് കോടതിയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി എന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങളും ഈ നടി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. നിരവധി പരാതികൾ ഈ കേസിൽ, നിരവധി ഹർജികൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അടക്കം ഇതുമായി ബന്ധപ്പെട്ട നടി നടത്തുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ വിചാരണ നീളുന്നതിനെതിരായിരുന്നു. ഒടുവിൽ സുപ്രീം കോടതിയുടെ തന്നെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ വേഗത്തിൽ ഈ ഒരു വാദം നടക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഇതിന്റെ തീയതി പ്രഖ്യാപിക്കുമോ എന്നതിലൊരു അവ്യക്തത തുടരുകയാണ്. എന്നാലും കോടതിയിൽ ഇപ്പോഴും വാദം പുരോഗമിക്കുകയാണ്. ഈ ഒരു പ്രോസിക്യൂഷൻ നടത്തിയ വാദങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വാദത്തിനുടനീളം ജഡ്ജിക്കുണ്ടായിട്ടുള്ള സംശയങ്ങളുടെ ദൂരീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപർണ, നവമി, ഇത് വിചാരണ നടപടികൾ നീണ്ടുപോകുക അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അത് ഹൈക്കോടതിയിൽ ഹർജി എത്തുക, ഹൈക്കോടതി റിപ്പോർട്ട് വാങ്ങിക്കുക, ആ തരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇന്ന് ഈ കാത്തിരിപ്പ് നീളുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ആക്ടിവിസ്റ്റുകളടക്കം പലതരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ്. ഈ ഒരു സാങ്കേതികപരം മാത്രമാണ് ഇന്ന് എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണോ വാദിഭാഗത്തിന്റെ നിയമവൃത്തങ്ങളിൽ നിന്നുണ്ടാകുന്നത് സമയത്ത്? അതാണ് അപർണ, അങ്ങനെയാണ് കരുതുന്നത്. വിസ്താരം പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വിധി എഴുതുന്നതിന് മുൻപായി ജഡ്ജിക്കുള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കുന്ന പ്രവൃത്തിയാണ് ഇന്നിപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നതെന്നാണ് അഭിഭാഷകരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീയതി ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഉടനെ തന്നെ, അതായത് ഈ മാസം നവംബറിൽ തന്നെ ഇതിന്റെ ഒരു തീയതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനിയും നീട്ടിക്കൊണ്ടു പോകരുത് എന്ന സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശവും നിലനിൽക്കുന്നതിനാൽ എത്രയും വേഗം തന്നെ ഇതിന്റെ ഒരു വിധി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം കൂടിയാണ്. കാരണം ദിലീപിന്റെ കരിയറിൽ തന്നെ വലിയൊരു വീഴ്ച എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയായിരുന്നു ദിലീപ് ഈ നടിയെ ആക്രമിച്ച കേസിന് ശേഷം നടന്നത്. സിനിമാ മേഖലയിലടക്കം രണ്ട് ചേരികളായി തിരിഞ്ഞുകൊണ്ട് പരസ്പരം പോരടിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഈ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ അതിജീവിതയായിട്ടുള്ള ഈ നടിക്കൊപ്പം നിൽക്കാത്ത ചില സിനിമാ താരങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന വിവാദങ്ങൾ, ഈ നടിക്ക് പിന്നീട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സംഘടന തന്നെ രൂപീകരിക്കുന്ന സാഹചര്യമൊക്കെ മലയാള സിനിമയിൽ നമ്മൾ കണ്ടതാണ്. കേരളം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസും കൂടിയാണ് ഈ നടിയെ ആക്രമിച്ച കേസ്. അത് കേട്ടുകേൾവിയില്ലാത്ത, അതായത് ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ, ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവം കൂടിയായിരുന്നു ഈ നടിയെ ആക്രമിച്ച കേസും. എന്തായാലും ഈ കേസ് 7.5 വർഷത്തോളം നീണ്ട വിചാരണ, ഇതിനൊടുവിലായി ഇപ്പോൾ ഇതിന്റെ ഒരു വിധി ഏകദേശം ഈ മാസത്തോടുകൂടി, അല്ലെങ്കിൽ എത്രയും വേഗം തന്നെ ഇതിന്റെ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപർണ, നവമി, ഇനി ഏത് തരത്തിലാണ് വിധിയെങ്കിലും സ്വാഭാവികമായിട്ടും അതിൽ തുടർ ഹർജിക്കും കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെയുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദിലീപ് നൽകിയ ഹർജി വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലാണല്ലോ എന്ന് കരുതി ഹൈക്കോടതി മടക്കുന്ന സാഹചര്യം സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചടിയാണെങ്കിൽ ആ തരത്തിലേക്കുള്ള ഹർജിയുമായിട്ട് മുന്നോട്ട് പോകുക. അതല്ല എങ്കിൽ മറുഭാഗത്ത് നിന്ന് അതിജീവിതയുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായിട്ട് ഈ തുടർ നിയമ പോരാട്ടങ്ങൾ ഇത്രയും വർഷങ്ങൾ നടത്തിയത് വീണ്ടും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഏത് വശത്താണെങ്കിലും നിയമ പോരാട്ടങ്ങൾക്ക് ഒരു താൽക്കാലിക പര്യവസാനം മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെ കൂടി കണക്കാക്കണ്ടേ? എന്തായാലും ഇതിന്റെ ഒരു വിധി വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിന്റെ തുടർ നടപടികളെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നടൻ ദിലീപിനെ സംബന്ധിച്ച് ഈ കുറ്റവിമുക്തനാക്കപ്പെടും എന്നൊരു വിശ്വാസം തന്നെയാണ് ദിലീപിനുള്ളത്. പക്ഷേ നടിയെ സംബന്ധിച്ച് തനിക്കുണ്ടായ ദുരനുഭവം, അല്ലെങ്കിൽ തനിക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ പങ്കാളികളായവർക്കെതിരെയെല്ലാം കർശനമായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്ന വിശ്വാസത്തിലും പ്രാർത്ഥനയിലും തന്നെയാണ് നടിയും ഉള്ളത്. ഒരുപാട് ആരോപണങ്ങൾക്കും വിധേയായിട്ടുണ്ട്. പിന്നീട് ഈ നടി കോടതിയിൽ നിന്നടക്കം തനിക്ക് നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നീതി നീണ്ടുപോകുന്ന സാഹചര്യങ്ങളിലേക്ക് പോലും വലിയ മാനസിക സമ്മർദ്ദത്തിലും
സംഘർഷത്തിലുമൊക്കെ കടന്നു പോവുകയായിരുന്നു ഈ അതിജീവിത. അങ്ങനെ വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയാണ്. ഇതിലെ ഇരയാക്കപ്പെട്ട വ്യക്തിയും അല്ലെങ്കിൽ ഈ ആരോപണ വിധേയനായവരുമൊക്കെ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട 2 താരങ്ങൾ കൂടിയായിരുന്നു. ആ വിധത്തിൽ കൂടി ഇതേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസ് കൂടിയാണ്. എന്തായാലും വിധി വന്നതിന് ശേഷം, അതായത് തീയതി പ്രഖ്യാപിക്കുന്നത് ഇന്നുണ്ടാകില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം എന്തായിരിക്കും, ഈ വിധി വന്നതിന് ശേഷമായിരിക്കും ഇവരുടെ തുടർ നടപടികളെ കുറിച്ച് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അവർ നവമി ദിനേശാണ്. ഏതായാലും ഇന്ന് എപ്പോഴായിരിക്കും വിധി പറയുക, തീയതിയെ സംബന്ധിച്ചുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അത് സാങ്കേതികപരമായി അത് നീട്ടിവെക്കുകയാണ് എന്നുള്ള സൂചനയാണ് നവമി ദിനേശ് കൊച്ചിയിൽ നൽകുന്നത്. പ്രധാനപ്പെട്ട അടുത്ത വാർത്ത ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ്. ചെങ്കോട്ട സ്ഫോടനത്തിന് മേൽ പാകിസ്ഥാനാണോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ് എന്നൊരു സൂചനകൾ കൂടി അതിനൊപ്പം വരും. പക്ഷേ ഈ സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് പറയുന്നത് പാക് അധീന കശ്മീരിലെ മുൻ പ്രധാനമന്ത്രി ചൗധരി അൻവറുൽ ഹക്കാണ്. ബലൂചിസ്ഥാനിൽ വീണ ചോരയ്ക്ക് പകരം ചെങ്കോട്ട തൊട്ട് കശ്മീർ വരെ പകരം വീട്ടുമെന്ന് താൻ മുൻപ് പറഞ്ഞിരുന്നുവെന്നും അതാണ് ഇപ്പോൾ നടപ്പിലായതെന്നും അൻവറുൽ ഹക്ക് പ്രസംഗിക്കുന്ന വീഡിയോ പുറത്തുവന്നു. നേരത്തെ ഉമർ നബിക്കും സംഘത്തിനും വേണ്ടി പാകിസ്ഥാനിൽ പണപ്പിരിവ് നടന്നതായുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. നാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ISI ബന്ധം ഇത് തുടക്കം മുതലേ ഉണ്ട്? ISI നടത്തുന്ന വൈറ്റ് കോളർ ജിഹാദാണ്, ISIയുടെ അവർ നടപ്പിലാക്കിയ എഡ്യൂക്കേഷണൽ ജിഹാദാണ് എന്ന് വരുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതായി വരുമെന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ 2.0ക്ക് തുടക്കമിടുമോ അത് എന്നുള്ള വിലയിരുത്തലുകൾ നടക്കുന്നതിനിടയിൽ പാകിസ്ഥാൻ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പാകിസ്ഥാൻ മുൻ അധീന കശ്മീരിലെ മുൻ പ്രധാനമന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തുക? എങ്ങോട്ടേക്കാണ് അന്വേഷണങ്ങൾ വഴിതിരിയുന്നത് എന്നുള്ളൊരു സൂചന എങ്ങനെയാണ് പുറത്തുവരുന്നത്? ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിലവിൽ നിരവധി വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഈ പാക് അധീന കശ്മീരിലെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗധരി അൻവറുൽ ഹക്കിന്റെ ഒരു പ്രസംഗമാണ്. അവിടുത്തെ നിയമസഭയിൽ തന്നെയാണ് അയാൾ പ്രസംഗിക്കുന്നത്. അതായത് ചെങ്കോട്ട സ്ഫോടനത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്നുള്ള തരത്തിൽ തന്നെയാണ് അയാളുടെ പ്രസംഗം വരുന്നത്. ബലൂചിസ്ഥാനിൽ വീണ ചോരയ്ക്ക് പകരം വീട്ടും, ഇന്ത്യയോട് പകരം വീട്ടും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അയാൾ നടത്തിയിരുന്നത്. അതിൽ പറയുന്നത് ചെങ്കോട്ട മുതൽ കശ്മീരിലെ താഴ്വര, കശ്മീരിലെ വനാന്തരങ്ങൾ വരെ ഇന്ത്യയോട് പകരം ചോദിക്കുമെന്നുള്ള ഒരു പ്രസംഗം അയാൾ നടത്തുന്നു. പിന്നെ അതിനുശേഷം പറയുകയാണ് ഇതേപോലെ അത് നടത്തിയിരിക്കുന്നു, പലയിടങ്ങളിലും ഇന്ത്യയിൽ ആളുകളുടെ ചോര വീഴുന്നുണ്ട്, ഇന്ത്യയുടെ മൃതദേഹങ്ങൾ എത്രത്തോളം മൃതദേഹങ്ങളാണ് എണ്ണാൻ പോലും അവർക്ക് ഇന്ത്യക്ക് കഴിയുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസംഗം കൂടി നടത്തി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരവാദ സംഘങ്ങൾക്ക് ഒരു ബന്ധമുണ്ടെന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അൻവറുൽ ഹക്കിന്റെ തന്നെ ഒരു പ്രസംഗം വരുന്നത്. മാത്രമല്ല ഖ്വാജ ആസിഫിന്റെ ഒരു പരാമർശം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ഇന്ത്യ ഏത് നിമിഷവും പാകിസ്ഥാനിലേക്ക് ഒരു തിരിച്ചടിക്കാൻ ഒരു സാധ്യതയുണ്ട്, പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ അലേർട്ടിലാണ്. അതായത് പാകിസ്ഥാനിലെ എല്ലാ ബോർഡർ ഏരിയ അടക്കം വലിയ രീതിയിലുള്ള ഒരു കർശന സുരക്ഷയിലാണ് എന്നുള്ള കാര്യം കൂടി ഖവാജ ആസിഫ് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാകിസ്ഥാനിലെ ചില ആളുകൾ ഈ ഉമർ നബിക്ക് ഫണ്ടിന് വേണ്ടിയിട്ട്, അവർക്ക് ഈ രാജ്യത്തിനകത്ത് ഭീകരവാദം നടത്തുന്നതിന് വേണ്ടിയിട്ട് സാദാ പേ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ച് പാകിസ്ഥാനിൽ പണപ്പിരിവ് നടത്തിയെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ചെങ്കോട്ട സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾക്കും പാകിസ്ഥാനുമായി കൃത്യമായി ബന്ധമുണ്ട്. പാകിസ്ഥാന്റെ സപ്പോർട്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല അൽഫല കോളേജിൽ, അതായത് ഈ ഉമർ നബിയും സംഘവും ജോലി ചെയ്തിരുന്ന അൽഫല കോളേജിലെ ചെയർമാന്റെ കയ്യിൽ നിന്ന് 415 കോടി രൂപയുടെ അനധികൃത പണമിടപാടുകളുടെ രേഖകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിവരമാണ്. ഇയാളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെല്ലാം ഇപ്പോൾ ഗൾഫിലാണ് താമസിക്കുന്നത്. മാത്രമല്ല ഇയാളിൽ നിന്ന് 48 ലക്ഷം രൂപ പണമായി പിടികൂടി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് കൂടാതെ 2008 ഗോരഖ്പൂരിലും 2007 അഹമ്മദാബാദിലും നടന്ന സ്ഫോടനങ്ങൾ, അതിന് പിന്നിൽ പ്രവർത്തിച്ച മിർസ എന്ന് പറയുന്ന ആൾ കൂടി ഈ അൽഫല കോളേജിൽ ബിടെക് പഠനം പൂർത്തിയാക്കിയ ആളാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ അൽഫല കോളേജുമായി ബന്ധപ്പെട്ട്
നിരവധി വിഷയങ്ങളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. മാത്രമല്ല ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ചില ബന്ധങ്ങളുണ്ടെന്നുള്ള സൂചനകളും അതിന്റെ ചില ദൃശ്യങ്ങളും കൂടി ഈ മണിക്കൂറുകളിൽ പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്ന പല വിഷയങ്ങളും പുറത്തേക്ക് വരിക, ഈ സജീവമല്ലാത്ത ഒരുപാട് ഫോൺ നമ്പറുകൾ ട്രേസ് ചെയ്തിട്ട് വരിക, ഈ പല ഫോൺ കോളുകൾ അഫ്ഗാനിസ്ഥാനും തുർക്കിയും ഒക്കെയായി ബന്ധപ്പെട്ട് നടന്നതിന് ശേഷമാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള നിഗമനം വരിക. അങ്ങനെ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുന്നുണ്ടോ? ചില ഹാൻഡിലുകളുണ്ട്. അതായത് തുർക്കിയിലെ ഒരു ഉക്കാസ എന്ന് പറയുന്ന ഒരു ഹാൻഡിലുണ്ട്. അതുപോലെ പാകിസ്ഥാനിലെ ചില ആളുകൾ, ചില വ്യക്തികൾ, അവരുടെ പേരുകളൊന്നും കൃത്യമായി പുറത്തു വരുന്നില്ലെങ്കിൽ പോലും ചില വ്യക്തികളുമായി ഇവർ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഇവരുമായി ബന്ധപ്പെട്ട് ടെലിഗ്രാം അടക്കമുള്ള ടെലിഗ്രാം സെഷൻസ്, സിഗ്നൽ തുടങ്ങിയ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല ഇവർക്ക് തമ്മിൽ പണമിടപാടുകളുണ്ട്. അതുപോലെ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സഹായങ്ങളടക്കം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കാശ്മീരിലെ പുൽവാമയിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള ഒരു അമീർ റാഷിദ് അലിയുണ്ട്. ഇയാളാണ് ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉമർ നബിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. ഇവിടെ പൊട്ടിത്തെറിച്ച i20 കാർ വാങ്ങുന്നതിനടക്കം വ്യാജരേഖകൾ ചമയ്ക്കുന്നതിനടക്കം ഡൽഹിയിൽ നേരിട്ടെത്തി സഹായിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ അമീർ റാഷിദ് അലിക്ക് നേരിട്ട് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ, സൂചനകൾ പുറത്തു വരുന്നു. ഇതൊന്നും കൃത്യമായി ഒഫീഷ്യലി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച കാര്യങ്ങളല്ല, നമുക്ക് അല്ലാണ്ട് സോഴ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ പാകിസ്ഥാനുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്ത് വന്നിരുന്നതാണ്. അപ്പോൾ ഈ രാജ്യത്തിന് പുറത്ത്, അതായത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവർക്ക് ചില കണക്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഈ ഉമർ നബിയും മുസമ്മിൽ ഷക്കീലും, ഇപ്പോൾ മുസമ്മിൽ ഷക്കീൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്, പോലെ ഷഹീൻ സയ്യിദും. അപ്പോൾ ഈ ഷഹീൻ സയ്യിദ്, മുസമ്മിൽ ഷക്കീൽ, ഈ കൊല്ലപ്പെട്ട ഉമർ നബി, ഇവർ മൂന്നുപേരും തുർക്കി സന്ദർശിച്ചിരുന്നു, അതുപോലെ അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അവിടെ നിന്നുള്ള ചില സംഘങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിൻ്റെ ചില ആളുകൾ ഇവർ തുർക്കിയിലെത്തി, ഇസ്താംബുളിൽ എത്തിയ സമയത്ത് തന്നെ അവിടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ, റിപ്പോർട്ടുകൾ ഒക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അങ്ങനെ ഈ രാജ്യത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ഇവർ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇവർക്ക് പുറത്തു നിന്നുള്ള ചില സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ള കണ്ടെത്തലുകൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ രീതിയിൽ ഒരു നെറ്റ്വർക്ക്, അതായത് ഒരു അൽഫല കോളേജിലോ അല്ലെങ്കിൽ ഒരു ഡൽഹിയിലെ ചെങ്കോട്ടയോ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമല്ല ഇത് പകരം ഇത് രാജ്യാന്തര ബന്ധങ്ങളുള്ള, ഇന്ത്യക്കകത്ത് വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടത്താനും ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാനും ശ്രമിക്കുന്ന ഒരു വലിയ സംഘം ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള വ്യക്തമായ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ഒരു സ്ഫോടനവും അതിനുശേഷമുണ്ടായ അറസ്റ്റുകളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദ് വീണ്ടും നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ സഡാപ്പ ആപ്പ് വഴി പണം പിരിവ് നടക്കുന്നതായിട്ട് വരിക. അതിനിടെ ജെയ്ഷെ മുഹമ്മദ് വീണ്ടും സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളും അത്തരത്തിലുള്ള ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതിലേതെങ്കിലും തരത്തിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ പാരലായിട്ട് നടക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും സ്ഥിരീകരണങ്ങളുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? പറഞ്ഞ ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ഈ മുസമ്മിൽ ഗനയിൽ ഷക്കീലും ഷഹീൻ സയ്യിദും മൊഹിയുദ്ദീനും അടക്കമുള്ള ആളുകളെ പിടികൂടുമ്പോഴാണ്, മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ കാശ്മീരിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള ജാസിർ ബിലാൽ വാനി, ഇയാളാണ് ഈ ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള ഒരു സാങ്കേതികമായ കഴിവൊക്കെ ഉള്ള, അതിൻ്റെ വൈദഗ്ധ്യമുള്ള ഒരാളാണ്. അപ്പോൾ ഇവരൊരു സംഘം ചേർന്നുകൊണ്ട് രാജ്യത്തെ തിരക്കേറിയ പല സ്ഥലങ്ങളിലും ബോംബ് ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നടത്താനായിട്ട് ഇവർ പദ്ധതിയിട്ടിരുന്നു. അതെല്ലാം പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് അതിൻ്റെ പിന്നിലുള്ളവരെ ഓരോരുത്തരായി പിടികൂടുന്ന ഒരു സമയമാണിത്. അവരിൽ നിന്നെല്ലാം ഓരോരുത്തരെ പിടികൂടുമ്പോഴും പുതിയ പുതിയ ആളുകളിലേക്ക് ആ വല നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ ഡിസംബർ 6-ന്, ഈ വരുന്ന ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ആ ഡിസംബർ 6-ന് ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഇവർ പദ്ധതിയിട്ടതായിട്ടുള്ള സൂചനകൾ വരുന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ ഒരു അറസ്റ്റോട്, ഈ ചില അറസ്റ്റുകളോടുകൂടി തന്നെ നമുക്ക് തടയാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ ഫരീദാബാദിലെ ആ റെയ്ഡ് നടന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ രാജ്യം തന്നെ നടുങ്ങിപ്പോകുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായേനെ. പക്ഷേ ഭാഗ്യവശാൽ അതെല്ലാം നമുക്ക് തരണം ചെയ്യാനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പിടികൂടാനും നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഈ സംഘത്തിലേക്ക് പെടുന്ന, ഇവരുടെ വലയിൽ പെടുന്ന ആൾക്കാരെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല ഇവരെല്ലാം അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ കൂടിയാണ്. കൃത്യമായ രീതിയിൽ വലിയ വിദ്യാഭ്യാസം, MBBS
MBBS ഒക്കെ പാസ്സാവുന്ന അല്ലെങ്കിൽ അതിന് പഠിക്കുന്ന BTech ബിരുദധാരികളായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ഈ ഭീകരവാദത്തിലേക്ക് വഴുതി വീഴുന്നതെന്നുള്ള വിവരങ്ങൾ അത് ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇവരെ എല്ലാം ട്രേസ് ചെയ്യാനായിട്ട് നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിയുന്നുണ്ട്. ഓരോരുത്തരെയായിട്ട് പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഈ അൽഫല കോളേജുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇന്ന് വന്നൊരു വാർത്ത, അവിടുത്തെ 5 ഡോക്ടർമാരും അതുപോലെ കുറച്ച് സ്റ്റാഫുകളെയും കാണുന്നില്ല. അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവർ ഒളിവിലാണ് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ അവരും ഈ മൊഡ്യൂളും വൈറ്റ് കോളർ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരാണോ തുടങ്ങിയിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ അറസ്റ്റ് വരുമ്പോഴും ഇവരുടെ ചങ്ങലയിലുള്ള ആളുകളെ കണ്ടുപിടിക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും കഴിയുമെങ്കിൽ അവരെ തിരിച്ച് ഭീകരവാദത്തിൽ നിന്ന് വേർപ്പെടുത്തി കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങളായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഭാവിയിൽ ലഭിക്കുക. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇനി കടക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് UAPA കേസിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. NIA കൊച്ചി യൂണിറ്റിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട 15-കാരന് അമ്മയും സുഹൃത്തും നാട് വിട്ടതായാണ് സംശയം. കുട്ടിയെ ഐസിൽ ചേരാൻ പ്രേരിപ്പിച്ച രണ്ടാനച്ഛൻ അൻസാർ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ പ്രതി സിദ്ദിഖിന്റെ സഹോദരനാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഇതൊരു ഒരു കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതുകൂടി അൺഫോൾഡ് ചെയ്തെടുത്തുകൊണ്ട് വേണം ഈ വലിയ ഒരു വിഷയത്തിലേക്ക് കടക്കുന്ന എന്നുള്ളൊരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്തിരുന്നു. കൃത്യമായി അമ്മ നാട്ടിലുണ്ട് അല്ലെങ്കിൽ അമ്മ UK അങ്ങനെ തരത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങളോ എല്ലാം ഉണ്ടായിരുന്നു. ഈ മിനിറ്റിൽ ഏതെല്ലാം തരത്തിലാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്? അപർണ, UAPA ചുമത്തുന്ന കേസുകളിൽ സാധാരണയായി അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പാണ് NIAയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുന്നത്. പക്ഷേ അത്തരമൊരു സമയദൈർഘ്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ കേസിന്റെ അടിയന്തര സ്വഭാവം പരിഗണിച്ചുകൊണ്ടാണ് NIA നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് കൊച്ചി NIA യൂണിറ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു NIA എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നിലവിലെ കണ്ടെത്തൽ അനുസരിച്ച് ഈ 15 വയസ്സായ കുട്ടിയെ 2021 മുതൽ സമാനമായ തരത്തിൽ ഈ ക്രൂരമായ കൊലപാതക ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ട് ISന്റെ ഭാഗമാകാനും സിറിയയിലേക്ക് അയക്കാനുമുള്ള വലിയ സമ്മർദ്ദം ഈ അൻസാർ എന്ന വെമ്പായം സ്വദേശിയുടെ ഭാഗത്തു നിന്ന് ഇംഗ്ലണ്ടിൽ വെച്ച് ഉണ്ടായി എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട മൊഴിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ 15 വയസ്സുകാരൻ ആദ്യഘട്ടത്തിൽ നൽകിയത്. എന്തായാലും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ രണ്ടാനച്ഛനായ അൻസാറിന്റെ സഹോദരൻ സിദ്ദിഖ് കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ മുഖ്യപ്രതിയാണ്. ഈ സിദ്ദിഖാണ് ഈ ആറ്റിങ്ങലിലേക്ക് ഈ 15 വയസ്സുകാരനെ അനാഥാലയത്തിൽ ചേർക്കാനായി എത്തിച്ചപ്പോൾ ഈ 15 വയസ്സുകാരനെ വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിച്ച് അവിടേക്ക് എത്തിച്ചത്, ഈ അനാഥാലയത്തിലേക്ക് എത്തിച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ സിദ്ദിഖിന് ഈ കേസിലുള്ള ഇൻവോൾവ്മെന്റ് എന്താണ് എന്ന് കണ്ടെത്താനുള്ള പരിശോധന അടക്കം നടക്കുകയാണ്. അതോടൊപ്പം കനകമല IS റിക്രൂട്ട്മെന്റ് കേസിൽ ഉൾപ്പെട്ടതും സംശയനിലയിലുള്ളതുമായ മുഴുവൻ ആളുകളെയും കൃത്യമായി നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് NIA. അതോടൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ അന്വേഷണവും ഇനി NIAയുടെ കൊച്ചി യൂണിറ്റാകും ഏകോപിപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളടക്കം വെമ്പായം കേന്ദ്രീകരിച്ച് നടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെ കനകമല കേസുമായി ബന്ധപ്പെട്ടും ഉള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ, അതും കൂടുതൽ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ വരുന്നുണ്ടോ ഈ സമയത്ത്? ഈ കനകമല കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് സിദ്ദിഖ്. ആ സിദ്ദിഖ് തന്നെയാണ് ഈ അൻസാറിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തിയ ഈ 15 വയസ്സുകാരനെ സ്വീകരിക്കാനും പിന്നീട് ആറ്റിങ്ങലിലെ അനാഥാലയത്തിലേക്ക് എത്തിക്കാനും മുൻകൈയെടുത്തത് എന്നാണ് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ സിദ്ദിഖിന് ഈ കേസുമായുള്ള ബന്ധം എന്താണ് എന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലെ ഒരു പ്രധാനപ്പെട്ട ദൌത്യം. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഈ വിവാദമായതിന് പിന്നാലെ ഈ വെഞ്ഞാറമൂട് പോലീസ് ഈ കേസിൽ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി UAPA ഈ കേസിൽ ചുമത്തി അവരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ ഇരുവരും നാട് വിട്ടു എന്ന ഒരു സംശയം കൂടി നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കേണ്ടവർ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിലടക്കം
അവ്യക്തത തുടരുന്നുണ്ട്. പക്ഷേ ഇവരെ അടിയന്തരമായി തന്നെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താലേ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി ദേശീയ അന്വേഷണ ഏജൻസിക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇവരെ കണ്ടെത്താനുള്ള പരിശോധന അടക്കം സജീവമാക്കിയിരിക്കുകയാണ് പോലീസും NIA-യും. ഇനി നമുക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടക്കുന്ന ഏറ്റവും പുതിയ നടപടിക്രമങ്ങൾ. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് N. വാസു SITയുടെ കസ്റ്റഡിയിൽ തുടർന്നു. കൊല്ലം വിജിലൻസ് കോടതി 4 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. 4 മണിക്ക് വീണ്ടും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. SITയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് നടപടി. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും വിശദമായ വാദം കേൾക്കും. വിനീഷ് ചേരുന്നു. വിനീഷ്, കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടും 4 മണി വരെ കസ്റ്റഡി അപേക്ഷ, ഒപ്പം മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും ഏത് തരത്തിലാണ് കോടതി നടപടിക്രമങ്ങൾ നടക്കുന്നത്? അപർണ, കഴിഞ്ഞ ദിവസം SIT ഉദ്യോഗസ്ഥർ കൊല്ലം വിജിലൻസ് കോടതിയിൽ N. വാസുവിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി വൈകിട്ട് 4 മണിവരെ N. വാസുവിനെ SITയുടെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക കേസിൽ പ്രതിയായ N. വാസുവിനെതിരെ നിർണായകമായ തെളിവുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളതും. ഇതേസമയം കേസിലെ മറ്റു പ്രതിയായ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ കേവലം താനൊരു ഉദ്യോഗസ്ഥൻ മാത്രമാണെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് നടത്തിയെന്നുമായിരുന്നു മുരാരി ബാബുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടതും. എന്നാൽ ഉദ്യോഗസ്ഥനായിരിക്കെ ഇയാൾ ക്രമക്കേടിൽ സജീവ പങ്കാളിയാണെന്നും അതിനാൽ ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായ വാദം കേൾക്കും. ഇന്ന് N. വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയത് അറിഞ്ഞ് നിരവധി BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അതുപോലെ തന്നെ കോടതി നടപടിക്രമങ്ങൾ കഴിഞ്ഞ് പോലീസ് വാഹനത്തിൽ വാസുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായത്. എന്തായാലും 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ ഇടപെടൽ വ്യക്തമായതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. SITയുടെ ചോദ്യം ചെയ്യലിൽ വാസുവിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭ്യമാകും. ഇത് കേസിന് വലിയ തുമ്പായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപർണ, വിനീഷ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണക്കളവുമായി ബന്ധപ്പെട്ട് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നുള്ള വിവരം വരുന്നു. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് SITയുടെ തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും നേരിടേണ്ടി വരിക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ പത്മകുമാർ നിർബന്ധിച്ചതായി ദേവസ്വം ജീവനക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാന്, മുരാരി ബാബു തൊട്ട് വാസു വരെ പത്മകുമാറിനെതിരായിട്ട് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യം, നീണ്ടുപോകുന്ന ചോദ്യം ചെയ്യൽ സ്വാഭാവികമായിട്ടും ഇതൊരു വാസുവിന്റെ പോലെ ഒരു അറസ്റ്റിലേക്ക് ഇത് കടക്കുമോ? ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഭരണകക്ഷിക്ക് ഉണ്ടാകും. ഏത് തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്? ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേശന്റെ ഓഫീസിലാണ് രാവിലെ 10:30 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2019 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ ചോദ്യം ചെയ്യാൻ ഹാജരായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും വ്യക്തിപരമായ അസൗകര്യമുള്ളതിനാൽ സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തോട് അഭ്യർത്ഥന നടത്തിയിരുന്നു. അത് പരിഗണിച്ചാണ് സാവകാശം നൽകിയത്. പിന്നീട് രണ്ടാമതും നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഹാജരാകാനായി ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകളായി തുടരുന്ന ചോദ്യം ചെയ്യൽ ഇപ്പോഴും അങ്ങനെ തന്നെ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ അത് കൂടുതൽ നീണ്ടുപോയേക്കാം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ, സുധീഷ് കുമാറും അതോടൊപ്പം തന്നെ മുരാരി ബാബുവും അടക്കം നൽകിയിരിക്കുന്ന മൊഴികൾ, ഇതടക്കം വിശദമായി പരിശോധിച്ച് അത് പരിഗണിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത തേടേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലെ ഒരു ബിനാമി മാത്രമാണ് എന്നും മറ്റ് ചിലരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റ് പലർക്കും ഈ സംഭവത്തിൽ ബന്ധമുണ്ട് എന്നും മുരാരി ബാബു തന്നെ നേരത്തെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഈ പത്മകുമാറിന് ലഭിച്ചിട്ടുണ്ടോ എന്നതിലാണ് പരിശോധന നടക്കുന്നത്. അങ്ങനെയെങ്കിൽ പത്മകുമാറിന്റെ നില കൂടുതൽ പരുങ്ങലിലാകും. നേരത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിനെ സമാനമായ തരത്തിൽ വിശദമായി ചോദ്യം ചെയ്ത് വിട്ടയച്ച് പിന്നീടാണ് തെളിവുകൾ ശേഖരിച്ച ശേഷം കസ്റ്റഡിയിലെടുത്തത്. അങ്ങനെയൊരു നീക്കം പത്മകുമാറിന്റെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും നൽകിയിരിക്കുന്ന മൊഴി ഈ പത്മകുമാറിനെ കൂടുതൽ
പരിഗണനയിലാക്കുന്നതാണ്, പ്രതിരോധത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നൊരു പക്ഷേ ചോദ്യം ചെയ്ത് വിട്ടയച്ചാലും വൈകാതെ തന്നെ തുടർ നടപടികളുടെ ഭാഗമായി പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം അടുത്ത ദിവസം ഹൈക്കോടതിയിൽ മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിൽ പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളടക്കം പരിഗണിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം നടത്തി മുദ്രവെച്ച കവറിലാകും ഈ മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമായി മാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാന് ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ വളരെ വേണ്ടപ്പെട്ട ആളായി പ്രവർത്തിച്ചു, അനധികൃത സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ പോറ്റി പത്മകുമാറിന്റെ ബിനാമിയായിട്ടാണ് എന്നതടക്കമുള്ള പല റിപ്പോർട്ടുകളും വന്നതായിട്ടെല്ലാം വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എൻ വാസുവിനെ പോലെ ഒരാൾ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലും അടുത്ത് നിന്നു എന്ന് പറയപ്പെടുന്ന എൻ വാസുവിനെ പോലും അറസ്റ്റ് ചെയ്തിട്ട് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയില്ല. കൂടുതൽ ഇടപെടലുകൾ ഉണ്ട് ഇതിനകത്ത് എന്ന് പ്രതിപക്ഷവും BJPയും ഒക്കെ ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുക്കണോ ഈ സമയത്ത്? സാധാരണയായി നടക്കുന്ന ഉന്നതതല ബന്ധം ആരോപിക്കപ്പെടുന്ന കേസുകളിലെ അന്വേഷണം പോലെയല്ല ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഹൈക്കോടതിയുടെയും ജഡ്ജിമാരുടെയൊക്കെ നേരിട്ടുള്ള നിരീക്ഷണം ഈ കേസിലുണ്ട്. അങ്ങനെ ഒരു കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒളിച്ചുകളി നടത്തുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ആക്ഷേപം ഉന്നയിക്കൽ മാത്രമായി മാറും. അതുകൊണ്ട് ഈ ഒരു കേസിനെ നമുക്ക് അങ്ങനെ പൂർണ്ണമായി കാണാനാവില്ല. എന്തായാലും തെളിവുകൾ പരമാവധി ശേഖരിച്ച് പഴുതടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത് എന്നതാണ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അതീവ രഹസ്യ സ്വഭാവം ഇപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അന്വേഷണം തുടരുന്നത്. ഒരു തരത്തിലുള്ള കാര്യങ്ങളും മാധ്യമങ്ങൾക്കടക്കം ചോരരുത് എന്ന നിർദ്ദേശമാണ് ഉന്നത ഉദ്യോഗസ്ഥർ SITയിലെ മറ്റ് അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അതീവ രഹസ്യമായി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയോ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ നമുക്കടക്കം ലഭിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസിലെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി പത്മകുമാറിന് കുരുക്ക് മുറുകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പത്മകുമാറിന്റെ ഇടപെടൽ സംബന്ധിച്ച കൃത്യമായ സംശയമുണർത്തുന്ന മൊഴിയാണ് മുരാരി ബാബു അടക്കം നേരത്തെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം പത്മകുമാറും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു, പത്മകുമാറിന്റെ ബെനാമിയായിട്ടാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ വ്യക്തത വരുത്തും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി നടക്കുന്ന ഈ ചോദ്യം ചെയ്യൽ നിർണായകമായി മാറാൻ തന്നെയാണ് സാധ്യത. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകി. കൂടുതൽ വാർത്തകളിലേക്ക് കടക്കാം. സ്പോട്ട് ലൈവിൽ ഇടവേളയ്ക്ക് ശേഷം. TC ഓഫീസിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ചു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് കയ്യാങ്കളി. DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി നേതാക്കൾ രംഗത്തെത്തി.
കാസർഗോഡ് DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് നേതാക്കൾ തമ്മിൽ കൂട്ടയടി. ഈ വിഷയത്തിനകത്ത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് KPCC നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് KV ബൈജു വിശദാംശങ്ങളുമായി ചേരുന്നു. ബൈജു, നേരത്തെ തന്നെ കാസർഗോഡ് DCCയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇതാദ്യമായിട്ടല്ല. ഇത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നേരിട്ട് ഒരു കയ്യാങ്കളിയിലേക്കും കൂട്ടത്തലിലേക്കും കാര്യങ്ങൾ പോകുക. ഏത് തരത്തിലാണ് KPCC നേതൃത്വം താക്കീത് നൽകിയിരിക്കുന്നത്? അന്വേഷണമുണ്ടോ? നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ? തീർച്ചയായും അപർണ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജനം എല്ലാ പാർട്ടികളും പൂർത്തിയാക്കി നാമനിർദ്ദേശ പത്രികയൊക്കെ കൊടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ തമ്മിൽ തല്ലുണ്ടാകുന്നത്. അതും DCC വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതായത് ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ 10ാം വാർഡിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇതിനെല്ലാം തുടക്കം. അങ്ങനെ ആ തർക്കത്തെ തുടർന്ന് ഇന്നൊരു യോഗം വിളിച്ചിരുന്നു. അതായത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലിജു ഉൾപ്പെടെ ഓഫീസിനകത്ത് ഇരിക്കുമ്പോഴാണ് നേതാക്കളുടെ ഈ തമ്മിൽ തല്ല്. ആ ദൃശ്യങ്ങൾ പകർത്തിയതും അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. ആ കോൺഗ്രസ് പ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രധാനമായും പറയുന്നത് ഈ ജെയിംസ് പന്തമാക്കൻ എന്ന് പറയുന്ന DCC വൈസ് പ്രസിഡന്റ്, അതായത് കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്നു അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം പറയുകയും അതല്ല ഈ നിലവിലെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റായ ജെയിംസിനെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം പറയുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു തർക്കമായി ഈ അഡ്വക്കേറ്റ് ജെയിംസ് മുത്തോലിയുടെ പോസ്റ്ററുകളൊക്കെ ഈ ചിറ്റാരിക്കാൽ ഭാഗത്തുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇയാൾ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ. അങ്ങനെ ഒരു തർക്കം നിലനിൽക്കെയാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി ഇന്ന് യോഗം വിളിച്ചു ചേർക്കുന്നതും പിന്നീട് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് രണ്ടുപേരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിൽ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ഉടലെടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഈ തമ്മിൽ തല്ലുണ്ടായതിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് എം ലിജു ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഈ തമ്മിൽ തല്ല് ഉണ്ടായതെന്നാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രികയൊക്കെ നൽകി അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു വേളയിലാണ് കോൺഗ്രസിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി ഇത്തരത്തിലുണ്ടാവുന്നത്, തമ്മിൽ തല്ലിലേക്ക് കലാശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കും. അച്ചടക്ക നടപടി ഈ കുറ്റക്കാർക്കെതിരെ ഉണ്ടാകുമെന്ന് എം ലിജു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നേതാക്കൾ ഓഫീസിനകത്ത് തന്നെയുണ്ട്. മാധ്യമപ്രവർത്തകരെ ഈ സമയത്ത് ഇതിനകത്ത് കയറ്റിയിരുന്നില്ല. അത്രത്തോളം വലിയ തോതിലുള്ള വാഗ്വാദങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റ് PK ഫൈസലിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ യോഗം ചേർന്നത്. PK ഫൈസലിനെതിരെയും ഗുരുതര ആരോപണം ഈ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപയോളം പണം വാങ്ങി ഇത്തരത്തിൽ ജോസഫ് മുത്തോലിയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കിയെന്ന ഒരു ആരോപണമൊക്കെ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ വലിയ വിവാദമായ ഒരു പഞ്ചായത്താണ് ഈസ്റ്റ് എളേരി. ഇവിടെ കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് ഇത്തരത്തിൽ ജെയിംസ് പന്തമാക്കാൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ പരിഹരിച്ച് ഇയാളെ കോൺഗ്രസിൽ ഉൾപ്പെടുത്തി വൈസ് പ്രസിഡന്റ് സ്ഥാനവും നൽകിയ ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഈ തമ്മിൽ തല്ലിന്റെ ദൃശ്യം വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാകുന്ന സംഭവമാണ്. തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ അത് CPM ഉൾപ്പെടെ ഇത് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് പറയുമ്പോഴും അത് മുതിർന്ന നേതാക്കൾക്കെതിരെ, അതായത് DCC വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഒരു കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. KV ബൈജു വിവരങ്ങൾ. പോക്സോ കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും പിഴയും. മണ്ണാർക്കാട് തച്ചനാട്ടുകര ചാമപ്പറമ്പ് വെള്ളിത്തോട്ടിലിങ്ങൽ നാരായണൻകുട്ടിയാണ് 3 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴയും പട്ടാമ്പി പോക്സോ കോടതി വിധിച്ചത്. 2024 ജനുവരി 20-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. പ്രതിയുടെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ അതിജീവിതയെ ലൈംഗികാതിക്രമം നടത്തിയെന്നതായിരുന്നു കേസ്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഏത് തരത്തിലായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും വാദമുണ്ടായത്? വിവരങ്ങൾ എന്താണ്? അപർണ, 2024 ജനുവരി 20-നായിരുന്നു സംഭവം. മണ്ണാർക്കാട് നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള
പ്രദേശത്താണ് പോക്സോ കേസ് ഉണ്ടായത്. അതായത് ഈ പ്രതി തച്ചനാട്ടുകര ചാമപ്പറമ്പ് വെള്ളിത്തൊട്ടിയിലിങ്ങൽ നാരായണൻകുട്ടി എന്ന പ്രതിയുടെ കടയിലേക്ക് വന്ന പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക തീവ്രത നടത്തിയെന്നാണ് കേസ്. കുട്ടി വീട്ടിൽ പറയുകയും വീട്ടുകാരുടെ പരാതിയിൽ നാട്ടുകൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു 2024. തുടർന്നാണ് പ്രതിയെ അന്ന് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും പിന്നീട് പ്രതി ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിരുന്നു. ഈ കേസിന്റെ വിധിയാണ് പട്ടാമ്പി പോക്സോ കോടതി ജഡ്ജ് ഇന്നലെ വൈകുന്നേരം പുറപ്പെടുവിച്ചത്. 25,000 രൂപയും 3 വർഷം കഠിന തടവുമാണ് പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. പട്ടാമ്പി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സന്ദീപാണ് ഇരയ്ക്ക് വേണ്ടി ഹാജരായത്. ഈ 25,000 രൂപ പണം പിഴത്തുക അതിജീവിക്ക് നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. അപർണ. ഇടുക്കി മൂന്നാർ മാട്ടുപെട്ടിക്ക് സമീപം വിനോദസഞ്ചാരികളായ സ്കൂൾ കുട്ടികളുമായി പോയ ജീപ്പ് അപകടത്തിൽപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്കും ഏറ്റതായാണ് വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, കുട്ടികളുടെ വിവരങ്ങളടക്കം എവിടെയാണ് ഈ പരിക്കേറ്റവരെ എത്തിച്ചിരിക്കുന്നത്? ഇതെപ്പോഴാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ ഏത് തരത്തിലാണ്? അപർണ, തമിഴ്നാട്ടിലെ തരൂരിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഈ മൂന്നാറിലെ സന്ദർശനത്തിനെത്തിയ വിദ്യാർത്ഥികൾ 2 ബസ്സുകളിലാണ് മൂന്നാറിലേക്ക് എത്തിയത്. തുടർന്ന് ഇവിടെ മൂന്നാറിലെ യാത്രയ്ക്കായി ജീപ്പ് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു ജീപ്പ് മാട്ടുപ്പെട്ടി സമീപം കുക്കയിലേക്ക് മറിയുന്നത്. 8 വിദ്യാർത്ഥികളാണ് ഈ ജീപ്പിൽ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരു കുട്ടിക്ക് സാരമായി പരിക്കേറ്റിട്ടുള്ളതായാണ് വിവരം. ഈ കുട്ടിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിലേക്ക് മാറ്റി. ഒപ്പം പരിക്കേറ്റ മറ്റ് 3 വിദ്യാർത്ഥികളെ മൂന്നാറിന് ചികിത്സ നൽകി. 8 വിദ്യാർത്ഥികളാണ് ആകെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വാഹനത്തിന്റെ അമിത വേഗതയും ഡ്രൈവറുടെ പരിചയമില്ലാത്തതൊക്കെയാണ് അപകടത്തിന്റെ കാരണമായെന്ന ആരോപണം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും മൂന്നാറിൽ എത്തുന്ന വിനോദസഞ്ചാരികളൊക്കെ ജീപ്പ് സഫാരിയൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട്. അത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ഒരു ജീപ്പ് യാത്രയ്ക്കായി വാടകയ്ക്കെടുത്തതായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടെയാണ് മാട്ടുപ്പെട്ടിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ഈ വാഹനം ഓടിക്കുന്ന ജീപ്പ് ഡ്രൈവർമാർക്ക് പരിചയമില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ നാട്ടുകാരിൽ നിന്ന് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളടക്കമുള്ള സഞ്ചാരികൾ യാത്ര ചെയ്യുമ്പോൾ കരുതേണ്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല. അമിത വേഗത്തിലായിരുന്നു ജീപ്പ് പോയത് എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ 4 പേർ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപർണ. പ്രിൻസ്, ഇതുപോലെ വിനോദ സംഘങ്ങളുമായിട്ട് വരിക അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുമായിട്ട് വരിക വളരെ ശ്രദ്ധയില്ലാത്ത തരത്തിലുള്ള ഡ്രൈവിംഗ് വലിയ തരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. യാത്രക്കാർ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നു. വലിയ പ്രാദേശികമായിട്ട് തന്നെ പല പരാതികൾ ഉയർന്നതാണ്. എന്നിട്ടും ഇത് തുടരുന്നു എന്നുള്ളൊരു സംശയം കൂടി ഉണ്ടോ? അപർണ, തീർച്ചയായും മൂന്നാറിൽ മാത്രമല്ല ഇടുക്കിയിൽ ഇത്തരത്തിൽ ജീപ്പ് സഫാരി നടത്തുന്ന വിവിധ മേഖലകളിൽ സമാനമായ സാഹചര്യങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും നാട്ടുകാർ നിരന്തരം ഈ വിഷയങ്ങളിലൊക്കെ പരാതിപ്പെടാറുണ്ട്. അമിത വേഗത ഈ വാഹനങ്ങൾ പോകുന്നത് നിരവധി തവണ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഗ്രാമീണ മേഖലയിലൂടെ ഒപ്പം ഇടുങ്ങിയ വഴികളിലൂടെ മലകളിലേക്ക് ഒക്കെ കയറി പോകുന്ന ഇടുങ്ങിയ വഴികളിലൊക്കെ അമിത വേഗതയിൽ ജീപ്പ് പോകുമ്പോൾ അപകട സാധ്യത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട്. പലതവണ ഇത്തരത്തിൽ അപകടങ്ങൾ ചെറുതും വലുതുമായ അപകടങ്ങൾ ഇടുക്കിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായ ഒരു ഇടപെടലൊന്നും ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ തോതിലുള്ള നടപടിയൊക്കെ സ്വീകരിക്കുമെന്നുള്ളതല്ലാതെ കൃത്യമായ നിരീക്ഷണമൊന്നും ഈ സംഭവങ്ങളിലൊന്നും ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ട്. മൂന്നാറടക്കമുള്ള മേഖലകളിൽ വിവിധ മേഖലകളിലേക്ക് മൂന്നാറിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിൽ ജീപ്പ് സഫാരി ഉണ്ട്. മൂന്നാർ മാത്രമല്ല മറയൂര്, തേക്കടി, ഒപ്പം രാമക്കൽമേട്, വാഗമണ്ണ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ജീപ്പ് സഫാരികൾ പോകുന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളൊക്കെ എത്തുന്ന സമയങ്ങളിൽ പോലും വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അപകടം പറ്റുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരടക്കം പരാതി പറഞ്ഞിട്ടും കൃത്യമായ ഇടപെടൽ ഈ വിഷയങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപർണ. കൊല്ലം പുനലൂരിൽ CPM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. BJP പ്രവർത്തകന്റെ കൈക്ക് വെട്ടേറ്റു. BJP പുനലൂർ വെസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗം R രതീഷിന്റെ വലത് കൈക്കാണ് വെട്ടേറ്റത്. മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ഏത് തരത്തിലാണ് ഈ അക്രമം ഉണ്ടായത്? പോലീസ് പറയുന്നത് എന്താണ്? അപർണ, കഴിഞ്ഞ ദിവസം വൈകിട്ട് 8:30 പുനലൂർ നഗരസഭയിലെ
ശാസ്താംകോണം എന്ന് പറഞ്ഞ വാർഡ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM BJP പ്രവർത്തകർ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്പരം ഏറ്റുമുട്ടിയും വാക്കേറ്റവും അത് പരസ്പരം അടിയിൽ കലാശിക്കുകയും പിന്നീട് അത് കത്തിക്കൊണ്ടുള്ള പ്രയോഗത്തിൽ എത്തിച്ചേരുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. BJP പ്രവർത്തകനാണ് വിട്ടുകൊണ്ടത്. CPM പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നും വെട്ടിയെന്നുമാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. ശാസ്താംകോണം വാർഡിലെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള BJP CPM സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതുമായി തമ്മിലുണ്ടായ ഒരു തർക്കമാണ്. CPM പ്രവർത്തകർ തങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റിയെന്ന് BJP പ്രവർത്തകർ ആരോപിക്കുമ്പോൾ തങ്ങളുടെ ഫ്ലെക്സ് നശിപ്പിക്കാനായാണ് BJP പ്രവർത്തകർ ശ്രമിച്ചത് എന്നാണ് LDF പ്രവർത്തകരുടെ ആരോപണം. ഈ ഒരു തർക്കമാണ് അടിപിടിയിലും പിന്നീട് അത് കത്തി പ്രയോഗിക്കുന്ന ഘട്ടത്തിലേക്കും എത്തിയത്. വലതു കൈക്കാണ് BJP പ്രവർത്തകന്റെ പരിക്ക് പറ്റിയത്. 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഒരാളുടെ പരിക്ക് തയ്യൽ ഇടുന്ന സ്ഥിതി വരെ എത്തിയിരുന്നു. എന്തായാലും സ്ഥിതിഗതികൾ ശാന്തമാകാനായി പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് വൈകാരികമായി പ്രതികരിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് പൊതുവെ പുനലൂർ നഗരസഭയിൽ. രാഷ്ട്രീയമായി വൈകാരികമായുള്ള പ്രതികരണം BJPയുടെ ആയാലും കോൺഗ്രസിന്റെ ആയാലും ഇടതുപക്ഷത്തിന്റെ ആയാലും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് പുനലൂർ നഗരസഭ. അതുകൊണ്ട് തന്നെ കടുത്ത സുരക്ഷ എല്ലാ വാർഡുകളിലും കഴിഞ്ഞ രാത്രി മുതൽ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെയും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടോ? ഏത് തരത്തിലാണ് മനോജ്? അതായത് CPM BJP പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇതിനു മുൻപുള്ള കാലങ്ങളിൽ ഉണ്ടായതടക്കം പരിശോധിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെയുള്ള ഒരു ജാഗ്രത അതുമായി ബന്ധപ്പെട്ട് കൂടിയുണ്ടോ? മുൻ വർഷങ്ങളിലും അങ്ങനെ ഈ പ്രത്യേക രാഷ്ട്രീയ ചേരിതിരിഞ്ഞുള്ള സംഘർഷമല്ല. BJP ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും രാഷ്ട്രീയമായി വൈകാരികമായി പ്രതികരിക്കുകയും ചെറിയ സംഭവങ്ങളിൽ പോലും ഇവരെ പരസ്പരം ഏറ്റുമുട്ടുകയും കത്തിക്കുത്തു വരെയുള്ള ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇത് ആദ്യമായാണ് കത്തിക്കുത്തുള്ളത്. മുൻപ് രാഷ്ട്രീയമായി കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് പുനലൂർ. എന്നാലും അത് ശാന്തമായിരിക്കുന്ന ഒരു പ്രകൃതത്തിലാണ് ഇപ്പോൾ വീണ്ടും വൈകാരികമായ പ്രതികരണം ചില വാർഡുകളിൽ നിന്നെങ്കിലും ഉരുത്തിരിഞ്ഞു വരുന്നത്. അപർണ കൂട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കൊല്ലം പുനലൂരിൽ നിന്നാണ് CPM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ BJP പ്രവർത്തകന്റെ കൈക്ക് വലത് കൈക്ക് വെട്ടേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും കൂടുതൽ ജാഗ്രത പോലീസ് അവിടെ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി കണ്ണൂർ പയ്യന്നൂരിലേക്ക് പോയാൽ KSRTC ബസ് ജീവനക്കാർക്ക് നേരെ സ്വകാര്യ ബസ് ജീവനക്കാർ കയ്യേറ്റത്തിനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. കടന്നുപോകാൻ സ്ഥലം കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് തലശ്ശേരി കാസർഗോഡ് റൂട്ടിലൂടുന്ന ഫാത്തിമാസ് ബസിന്റെ ജീവനക്കാർ മാനന്തവാടി കാസർഗോഡ് KSRTC ബസിലെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. രജീഷ് കുളങ്ങര വിവരങ്ങളുമായി ചേർന്നു. രജീഷ്, പലതവണ പ്രൈവറ്റ് ബസ്സുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള മത്സര ഓട്ടം ഒരു വശത്ത്, അതിനിടയിൽ ഈ തരത്തിലുള്ള കയ്യേറ്റ ശ്രമം കൂടി നടക്കുക, പറഞ്ഞ് സമവായമാണോ പോലീസ് ഉണ്ടായിരിക്കുന്നത്? ഇത് ഏതെങ്കിലും തരത്തിൽ പരാതി വന്നിട്ടുണ്ടോ? ഇതെപ്പോഴാണ് സംഭവിച്ചത്? തീർച്ചയായും അപർണ, സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന മത്സരയോട്ടത്തിന്റെ ഒരു മറ്റൊരു മുഖമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏത് വിധേനയും കളക്ഷൻ വർദ്ധിപ്പിക്കണമെന്ന ഒരു ചിന്ത മാത്രമാണ് പലപ്പോഴും ഈ സ്വകാര്യ ബസ്സുകൾ റോഡ് നിയമങ്ങളും മര്യാദകൾ പോലും പാലിക്കാതെ തീർപ്പായാനുള്ള ഒരു ഇടയെടുക്കുന്നത്. ദേശീയപാതകളിൽ ഉൾപ്പെടെ ഇത്തരം മത്സരയോട്ടങ്ങൾ പലപ്പോഴും സ്ഥിരം കാഴ്ചയുമാണ്. KSRTC ബസ്സുകളെ റോഡിൽ കണ്ടാൽ അവയെ മറികടന്ന് പരമാവധി പേരെ കുത്തിനിറച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത പലപ്പോഴും സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി പരാതി ഉയരാറുണ്ട്. ഈ ഒരു പ്രവണത പലപ്പോഴും അപകടങ്ങൾക്കും ഇടയാക്കാറുണ്ട് എന്നുള്ളതാണ്.
റോഡരികിലൂടെ പോകുന്ന കാൽനടയാത്രക്കാരെയോ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളെയോ ഒക്കെ അപകടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് പലപ്പോഴും ചില സ്വകാര്യ ബസ്സുകളെങ്കിലും ഇത്തരത്തിൽ മത്സരയോട്ടം നടത്തുന്നത്. ബസ്സിനകത്തിരിക്കുന്നവർ പോലും ശ്വാസം അടക്കി പിടിച്ച് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഈ ഒരു കയ്യാങ്കളിയുടെ അല്ലെങ്കിൽ കയ്യേറ്റത്തിന്റെ വക്കോളം എത്തിച്ച സംഭവത്തിനും ഇടയാക്കിയത്. KSRTC ബസ്സിന്റെ പിറകിലൂടെ വന്ന ഫാത്തിമാസ് എന്ന സ്വകാര്യ ബസ്സിനെ മറികടന്നു പോകാൻ അനുവദിച്ചില്ല. മറികടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ KSRTC ബസ്സിൽ സ്വകാര്യ ബസ്സിന്റെ മിറർ ഉരയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാണ് യുവാക്കളായ 2 ജീവനക്കാർ, സ്വകാര്യ ബസ്സിലെ 2 ജീവനക്കാർ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു കലുഷിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ഈ സമയം അവിടെ പയ്യന്നൂർ DSP K വിനോദ് കുമാർ എത്തിയത് കൊണ്ട് മാത്രമാണ് ഒരു അതിക്രമം ഇല്ലാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. KSRTC ബസ്സിലെ ജീവനക്കാരായ ജോയ്, ജെറി എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അതിനിടെ റെജിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും റെജി പയ്യന്നൂരിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെജിയെ നിരീക്ഷണത്തിൽ തുടരാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപർണ, അതോടൊപ്പം തന്നെ KSRTC ബസ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പരാതി സ്വകാര്യ വാഹന യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അത്തരത്തിലുള്ള സംഘർഷങ്ങളും വിഷയത്തിനകത്ത് ഉണ്ടാകാറുണ്ട്. ഇത് ഉണ്ടായിട്ടുള്ള പരാതി പ്രൈവറ്റ് ബസ് ജീവനക്കാർക്കെതിരെ മാത്രമാണോ? പോലീസ് അങ്ങനെ കൂടിയാണോ പറയുന്നത്? പോലീസ് ഇപ്പോൾ KSRTC ബസ് ജീവനക്കാരുടെ പരാതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി നൽകാൻ വേണ്ടി സ്വകാര്യ ബസ് ജീവനക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പലപ്പോഴും KSRTC ബസ് സമയകൃത്യത പാലിച്ചുകൊണ്ട് ഓടുന്ന ഒരു സമയത്ത് അൺടൈമായിട്ട് പ്രത്യേക സമയമില്ലാതെ സ്വകാര്യ ബസ്സുകൾ ഓടുന്നതായിട്ടുള്ളൊരു പരാതി വ്യാപകമാണ്. അത്തരം തർക്കങ്ങൾ പലപ്പോഴും സ്വകാര്യ ബസ്സുകൾക്കിടയിൽ പോലും നമ്മൾ കാണാറുണ്ട്. ബസ് കൃത്യത പാലിക്കാൻ ബസ് സ്റ്റാൻഡിൽ നിന്നും കൃത്യസമയത്ത് ഇറങ്ങുകയും എന്നാൽ പലപ്പോഴും നിർത്തിയിട്ടും മെല്ലെ പോയും പരമാവധി യാത്രക്കാരെ ബസ്സിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം ഈ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് പോലും എത്തുന്ന സാഹചര്യം ആണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഈ ഇന്നത്തെ സാഹചര്യത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അപർണ, അതോടൊപ്പം തന്നെ ജീവനക്കാർ തമ്മിലുണ്ടാകുന്ന കയറ്റ ശ്രമം സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കാർക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു ആശങ്ക ഉണ്ട്. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ആ തരത്തിലുള്ള പരാതികളുണ്ടോ? നിലവിൽ യാത്രക്കാരുടെ ഭാഗത്ത് പരാതിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പലപ്പോഴും അമിത വേഗതയിൽ മറ്റൊരു ബസ്സിനെ മറികടന്നു പോകുവാനുള്ള ശ്രമം KSRTC ബസ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ യാത്രക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് പരാതിയായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപർണ, ഏതായാലും ബസ് ജീവനക്കാർ, പ്രൈവറ്റ് ബസ് ജീവനക്കാർ KSRTC ബസ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പല തവണയാണ് ബസ്സുകളുടെ അമിത വേഗം അത്തരത്തിലുള്ള മത്സരങ്ങൾ, വലിയ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അത് ഒരു ഘട്ടം കൂടി കടന്നു പോയിരിക്കുന്ന കാഴ്ച കൂടിയാണ് കണ്ടത്. പയ്യന്നൂരിലാണ് KSRTC ബസ് ജീവനക്കാർ തങ്ങളുടെ സ്വകാര്യ ബസ് ജീവനക്കാർ കയ്യേറ്റ ശ്രമം നടത്തിയത്. കടന്നു പോകാൻ, തങ്ങളുടെ ബസ്സിന് കടന്നു പോകാൻ സ്ഥലം നൽകിയില്ല എന്ന് പറഞ്ഞായിരുന്നു തലശ്ശേരി കാസർഗോഡ് റൂട്ടിലോടുന്ന ഫാത്തിമാസ് ബസ്സിന്റെ ജീവനക്കാർ മാനന്തവാടി കാസർഗോഡ് KSRTC ബസ്സിലെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുമ്പോൾ നടിയെ ആക്രമിച്ച കേസ് ഈ മാസം 25-ന് വീണ്ടും പരിഗണിക്കുമെന്നുള്ള ഒരു വാർത്ത കൂടിയാണ് വരുന്നത്. എപ്പോഴായിരിക്കും വിധി ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ കൂടി ഈ മാസം തന്നെ തീരുമാനമാകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും സ്പോട്ട് ലൈവ് വീണ്ടും നാളെ